Hello friends, welcome back to Star Live Tech. റെഡ്മിയിൽ നിന്ന് രണ്ട് സ്മാർട്ട് ഫോണുകൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരുന്നു. റെഡ്മി 10X സീരീസ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അതിലെ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് റെഡ്മി 10X അതുപോലെ തന്നെ റെഡ്മി 10X Pro. രണ്ട് ഡിവൈസുകളിലും നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പ്രോ വേർഷൻ ആയിട്ടുള്ള റെഡ്മി 10X Pro എന്ന ഡിവൈസാണ്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റെഡ്മി 10X Pro എന്ന ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.57 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന റെഡ്മി സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ ക്യാമറയോ അല്ലെങ്കിൽ പോപ്പപ്പ് സെൽഫി ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് വരുന്നത്. എങ്കിലും നമുക്ക് 83.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 5 ആണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയും മികച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിന്റെ ഓവറാൾ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 208 ഗ്രാംസ് ആണ്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റ് ആയിട്ടുള്ള മീഡിയാടെക് ഡയമൻസിറ്റി 820 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതൊരു 5G സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ബേസിലാണ് ഈ ഒരു ഡിവൈസ് റൺ ചെയ്യുന്നത്. MIUI 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ യൂസർ ഇന്റർഫേസ്. അതുപോലെ തന്നെ മാലി G57 MC5 ആണ് ഈ ഒരു ഡിവൈസിന്റെ GPU. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് രണ്ട് വേരിയൻസിലാണ് ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് വരുന്നത് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. അതുപോലെ തന്നെ ടോപ്പ് വേരിയന്റ് 8GB റാം 256GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. UFS 2.1 ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. സോ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 9 സീരീസിൽ കണ്ട അതേ ഒരു ക്യാമറ പാറ്റേൺ അല്ലെങ്കിൽ ക്യാമറ മോഡ്യൂൾ ആണ് ഈ ഒരു ഡിവൈസിലും നൽകിയിട്ടുള്ളത്. പ്രൈമറി സെൻസർ 48 മെഗാപിക്സൽ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായി 8 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 3x ഒപ്റ്റിക്കൽ സൂം അതുപോലെ തന്നെ 30x വരെ ഡിജിറ്റൽ സൂമും ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, അതിൽ നമുക്ക് 119 ഡിഗ്രി ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും കാണാം. അതിന് താഴെയായിട്ട് നമുക്കൊരു LED ഫ്ലാഷും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ ഉപയോഗിച്ചെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് റെഡ്മി 10X Pro എന്ന ഡിവൈസിൻ്റെ ക്യാമറ സാമ്പിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞു 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസിന് 30x വരെ ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ ഉപയോഗിച്ചെടുത്ത കുറച്ച് സൂംഡ് ഇമേജസ് നോക്കാം. ഇനി നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഇനി നമ്മൾ ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 4520 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. 33 വാട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ 58% വരെ ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊരു പിങ്ക് ആൻഡ് വയലറ്റ് ഗ്രേഡിയൻറ്റ് കളർ അതുപോലെ തന്നെ ഗോൾഡ്, ബ്ലൂ എന്നീ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി 10X Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്നലെയാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ജൂലൈ 31 വരിക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന വേരിയൻറ്റിന് 22,990 രൂപയായിരിക്കും പ്രൈസ് വരിക. സോ ഫ്രണ്ട്സ്, നമ്മൾ ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം മികച്ച ഒരു ഡിസ്പ്ലേ, അതുപോലെ തന്നെ അത്യാവശ്യം മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്യാമറ, അതുപോലെ തന്നെ ബാറ്ററി സെഗ്മെൻറ്റും.
ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ 5G സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആണ് ഇത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ പ്രോ വേർഷൻ അല്ലാത്ത Redmi 10X എന്ന ഡിവൈസ് ഏകദേശം 20,000 രൂപയ്ക്ക് താഴെയാണ് പ്രൈസ് വരുന്നത്. അതിലും നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.